അങ്ങനെ നമ്മൾ എത്തി നിൽക്കുന്നത് ഹിന്ദുപ്പൂർ എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ഒരു സ്ഥലത്താണ്. ശ്രീ ശക്തിസായ് ജില്ലയിലെ ഏറ്റവും വലിയൊരു ടൗണാണ് ഈ ഒരു ഹിന്ദുപ്പൂർ എന്ന് പറയുന്ന പ്രദേശം. പരന്ന് കിടക്കുന്ന ടൗണാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇടകലർന്ന വീടുകളൊന്നും തന്നെ അങ്ങനെ ഈ ഒരു ഏരിയയിലേക്ക് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. മറ്റുള്ള ടൗണുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമാക്കുന്നത് ആ ഒരു കാഴ്ചപ്പാടാണ്. ടൗണിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഇതുപോലത്തെ കുടിലുകളൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചിലപ്പോൾ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രയോറിറ്റിക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ ചെയ്തു വെച്ചതായിരിക്കാം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മുൻകഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇതുപോലത്തെ കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കണ്ടിട്ടുണ്ട്. അങ്ങനെ ടൗണിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഇതുപോലൊരു വെള്ളസംഭരണി പോലത്തെ ഒരു ഏരിയ മഴ പെയ്യുമ്പോൾ ഇവിടെ കെട്ടി നിൽക്കുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ അതിൽ വളർന്നു വരുന്ന വൃക്ഷങ്ങളൊക്കെ തന്നെ ഇല കൊഴിഞ്ഞു പോയിട്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ ടൗണിൻ്റെ ആരംഭഘട്ടത്തിൽ ഇതുപോലത്തെ ക്ഷേത്രം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു ടൗണായിട്ടാണ് എനിക്കിതിനെ മുൻ ദിവസങ്ങളിലൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ആളുകളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടപ്പോൾ നല്ല ഫുഡിന് പേര് കേട്ടൊരു സ്ഥലമായിട്ടാണ് നമുക്ക് ഹിന്ദുപ്പൂരിനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ചീപ്പ് ആൻഡ് ബെസ്റ്റിലും ക്വാളിറ്റി ഉള്ള ഫുഡ്, ഹൈ ക്വാളിറ്റിയിലും നല്ല ബെസ്റ്റ് ഫുഡ് എന്നാണ് ഇവിടെ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കർണാടകയുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഫുഡിനെല്ലാം തന്നെ അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് ഇവിടെ ഡ്രസ്സുകളെല്ലാം തന്നെ നമുക്ക് ലഭിക്കുന്നതും വേറെ തന്നെ ഒരു പ്രത്യേകതയാണ്. മറ്റുള്ള ടൗണുകളെ പോലെ തന്നെ വിവിധ തരം സ്തൂപങ്ങളൊക്കെ തന്നെ കാണുന്നുണ്ട്. സെൻട്രലായിട്ട് ഡിവൈഡറുകളൊക്കെ തന്നെ അലങ്കരിച്ച് വെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റു ടൗണുകളിലുള്ളതുപോലെ തന്നെ ചെറിയ ചെറിയ കടകളാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ടൗണിൽ ബീഫിന് 250 രൂപയുള്ളൂ. അതുപോലെ തന്നെ മട്ടനും വില കുറവാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ നിന്നുമാണല്ലോ നമ്മുടെ നാട്ടിലേക്കൊക്കെ ബീഫ് വരുന്നത്. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഈ ഒരു വിലക്കുറവ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോഴാണ് ഒട്ടകത്തിൻ്റെ പുറത്തൊരു കുട്ടി ഇങ്ങനെ ഇരുന്ന് പോകുന്ന കാഴ്ചയും അതിൻ്റെ മുന്നിലായിട്ടൊരു കുട്ടി അതിൻ്റെ കയറ് പിടിച്ച് നടക്കുന്ന ഒരു കാഴ്ചയും കണ്ടത്. നമ്മുടെ മാലിക്കിൻ്റെ മേലേക്ക് ഒരു ബൈക്കുകാരൻ വന്നിട്ട് ഇടിച്ചു. പിന്നീട് അവനെ മറിഞ്ഞു വീണ് പിന്നീട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ആകെ സ്വീപ്പായി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് 2-3 മണിക്കൂറോളം നമ്മൾ അവനെ പരിപാലിച്ച് പിന്നീട് അവനക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് പോകുന്നത്.